എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ലാലിച്ചനും ഔതുക്കുട്ടിച്ചായനോട് സംസാരിക്കുവാണ്. ഔതുക്കുട്ടിച്ചായനും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല സ്റ്റാൻലി അലീനെ വിളിച്ചുകൊണ്ട് വന്നത്. അതുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ആ പെണ്ണിനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണ്ടാന്ന്, പിന്നെ നീ എന്തിനാ വിളിച്ചുകൊണ്ട് വന്നത് എന്ന് ചോദിക്കുമ്പം അവളെൻ്റെ മകളല്ലേ അപ്പച്ച, അവൾ കഴിഞ്ഞ 23 വർഷം ഒരു അനാഥാലയത്തിൽ ജീവിക്കുമായിരുന്നു, ഇനിയെങ്കിലും അവൾക്ക് നീതി കിട്ടണ്ടേ എന്ന് ചോദിക്കുമ്പം നീ അങ്ങനെയൊക്കെ പറയും, അതൊന്നും ശരിയല്ല, നിൻ്റെ മകളാണ് എന്ന് പറഞ്ഞപ്പോഴേ നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു, ഏതായാലും നീ വിശ്വസിച്ച് കൂട്ടിക്കൊണ്ട് വന്നതല്ലേ, ഇനി അവളെ അവിടെ നിർത്തണ്ട, ഇനി ഈ കാര്യം കൂടുതൽ ആൾക്കാർ അറിയുന്നതിന് മുമ്പ് അവളെ അവിടുന്ന് മാറ്റണം എന്നൊക്കെ പറയുമ്പം അത് നടക്കിയല്ല അപ്പച്ച എന്ന് പറയുന്നുണ്ട് സ്റ്റാൻലി. പക്ഷേ നീ ഇപ്പോൾ കൂടുതലൊന്നും സംസാരിക്കണ്ട, ഞാനങ്ങ് വരട്ടെ, എന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് പറയുവാണ് ഔതുക്കുട്ടിച്ചായ. ഇത്തിരി ദേഷ്യത്തിലാണ് കേട്ടോ. പിന്നീട് നമ്മുടെ വൈജയന്തിയാണ് കാണിക്കുന്നത്. വൈജയന്തി ഹാളിക്കടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മൈൻഡ് ചെയ്യാതെ ബബിത അങ്ങനെ അവിടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ കൃഷ്ണമോൾ അങ്ങോട്ട് വരുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ വൈജയന്തി നോക്കും. എന്നിട്ട് ബബിതയോട് വന്ന് ചോദിക്കുക, ഇതെന്താ ഇങ്ങനെ വേറെ എന്തെങ്കിലും ഉദ്ദേശം വെച്ച് നടക്കുന്നതാണോ, വഴക്കുണ്ടാക്കുക എന്നതായിരിക്കില്ലേ മനസ്സിലെ ഉദ്ദേശം, ഒന്ന് ചോദിച്ചു നോക്കിയാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നെ കൊണ്ടൊന്നും പറ്റിയില്ല, നീ ചോദിക്കേ എന്ന് പറയുവാണ് ബബിത. ഏതായാലും ചോദിച്ചു നോക്കിയേക്കാം എന്ന് കരുതി കൃഷ്ണമോള് വൈജയന്തിയുടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ വൈജയന്തി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കും. എന്നതാ എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഒന്നുമില്ല, എന്നെയല്ല അമ്മ നോക്കിയത്, അമ്മയുടെ കാലിൻ്റെ അടി പൊള്ളിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം പൊള്ളിയിട്ടുണ്ടോന്നോ, അതെന്താ നീ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല കുറേ നേരമായി അമ്മ ഇരിക്കപ്പുറതിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, എന്താ ഉദ്ദേശം, എന്തെങ്കിലും വഴക്കുണ്ടാക്കാനുള്ള പ്ലാൻ ആണോ എന്ന് ചോദിക്കുമ്പോൾ, ദേ ആവശ്യമില്ലാതെ പറഞ്ഞുകൊണ്ട് വന്നുകൊണ്ട് ഒരെണ്ണം മോന്ത തീർത്തി ഞാൻ തരും കേട്ടോ എന്ന് പറയും. അന്നേരം എന്താണെങ്കിലും അമ്മ എന്തോ ഉദ്ദേശിച്ച് വെച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം, അച്ഛനോട് വഴക്കുണ്ടാക്കാനാണോ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ, അതെ, നിൻ്റെ അച്ഛനിങ്ങ് ഇറങ്ങി വരട്ടെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് പറയും. അന്നേരം എന്നതാ ചോദിക്കാനുള്ളത് എന്ന് കൃഷ്ണമോൾ ചോദിക്കും. അന്നേരം വൈജയന്തി പറയുവാണ്, എനിക്കറിയണം ഇവിടെ നിന്ന് ആ വേലക്കാരി അവൾ പോകുന്നതിന് മുമ്പ് എന്തിനാണ് അവൾക്ക് അത്രയും സ്വർണവും പണവും ഒക്കെ കൊടുത്തത് എന്ന് എനിക്കറിയണം, അത് ചോദിച്ചിട്ടേ ഞാൻ അടങ്ങുള്ളൂ എന്ന് പറയുമ്പം കൃഷ്ണമോൾ പറയുന്നുണ്ട്, അലീന ചേച്ചി ഇവിടെ ചെയ്ത സേവനത്തിന് കൊടുത്തത് പോരാ എന്നതാണ് എൻ്റെ അഭിപ്രായം, അച്ഛൻ അത്രയെങ്കിലും കൊടുത്തല്ലോ, അതുകൊണ്ട് അമ്മ ഇനി അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട്, പിന്നെ നീ പറഞ്ഞാൽ ഞാനങ്ങ് കേൾക്കുമല്ലേ, എനിക്കറിയണം എന്തിനാണ് അവൾക്ക് അത്രയും സ്വർണവും പണവും ഒക്കെ കൊടുത്തത് എന്ന്, പിന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ബാലേന്ദ്രൻ നിങ്ങളോട് ചോദിച്ചായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം ഇല്ല എന്ന് പറയുമ്പോൾ, എന്തുകൊണ്ട് നിങ്ങളോട് ചോദിച്ചില്ല, ബബിതയും രോഹിത്തും പ്രായപൂർത്തിയായതല്ലേ, അവരോടെങ്കിലും ചോദിക്കണ്ടായിരുന്നോ, അവരോട് പോലും ചോദിച്ചില്ല, അതിൻ്റെ കാര്യം എന്താണ് എന്ന് എനിക്കറിയണം, അതിനെനിക്ക് മറുപടി കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറയുമ്പം കൃഷ്ണമോൾ പയ്യെ ആ സ്റ്റെയർ കേസിൻ്റെ പകുതി വരെ ഒന്ന് കയറി മുകളിലോട്ട് നോക്കും. എന്നിട്ട് തിരിച്ചിറങ്ങി വന്നിട്ട് വരുന്നുണ്ട്, അമ്മ ചോദിച്ചു, പിന്നെ അച്ഛൻ്റെ കൈയകലത്തിൽ നിന്ന് മാറി നിന്ന് ചോദിക്കണം കേട്ടോ, അല്ല നമ്മുടെ ശരീരത്തിന് കേടുവരാതെ നമ്മളാണല്ലോ സൂക്ഷിക്കേണ്ടത് എന്നിങ്ങനെ ഒന്ന് കളിയാക്കി പറയുന്ന പോലെ കൃഷ്ണമോൾ പറയുവാണ്. അതങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല വൈജയന്തിക്ക്. ഏതായാലും എനിക്കതിന് ഉത്തരം കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെ വൈജയന്തി നിൽക്കുന്നു. അപ്പോഴത്തേക്കും ബാലേന്ദ്രൻ ഇറങ്ങി വരും. ഇറങ്ങി വന്ന് വൈജയന്തിയുടെ നിപ്പ് കാണുമ്പോഴേ ബാലേന്ദ്രൻ്റെ കാര്യങ്ങൾ അറിയാം. എങ്കിലും ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ, അതേ ഒന്ന് നിന്നേ എന്ന് പറയും. നിന്ന് കഴിയുമ്പോൾ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് എന്ന് പറയും. എന്താ എന്ന് ചോദിക്കുമ്പം എല്ലാം എടുത്തങ്ങ് ഇടുവാണ്. ഇവിടുന്ന് ആ വേലക്കാരി അലീന അവൾ പോകുന്നതിന് മുമ്പ് അവൾക്ക് നിങ്ങൾ 12.5 പവൻ്റെ സ്വർണം കൊടുത്തായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം കൊടുത്തു എന്ന് പറയും. അന്നേരം അടുത്തത് 17,000 രൂപയുടെ ഡ്രസ്സ് മേടിച്ചു കൊടുത്തോ, അതും കൊടുത്തു. 50,000 രൂപ ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തോ, അതും കൊടുത്തു. ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് ചെയ്തത്, എന്നോട് ഇതൊന്നും പറഞ്ഞില്ല, ഞാനിതൊന്നും അറിയേല എന്നായിരുന്നോ നിങ്ങളുടെ വിചാരം എന്ന് ചോദിക്കും. ബാലേന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതിന് നീ അറിഞ്ഞാലും ഇല്ലെങ്കിലും എനിക്കെന്നെ, നീ ഒരു 2-3 തവണ കൂടി അറിഞ്ഞോ, എന്നിട്ട് അതെല്ലാം അങ്ങോട്ട് കുഴച്ച് നീ തന്നെ അങ്ങ് തിന്നു, അതായിരിക്കും നല്ലത് എന്ന് പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള മറുപടി ഒന്നും എനിക്ക് കിട്ടിയാൽ പോരാ, എന്തിനാണ് അവൾക്ക് അത്രയും പൈസ കൊടുത്തത് എന്ന് എനിക്കറിയണം, അല്ലെങ്കിൽ തന്നെ ഇതിനു മുമ്പ് ഒരു 2.5 ലക്ഷം രൂപ കൊടുത്തതല്ലായിരുന്നോ എന്ന് ചോദിക്കും. എന്നിട്ട് ഓരോ കാര്യങ്ങൾ വിശദീകരിച്ച് പറയുവാണെങ്കിൽ, മാസം 10,000 രൂപയുള്ള അവൾക്ക് 3 മാസം കഴിഞ്ഞപ്പം നിങ്ങൾ 1.25 ലക്ഷം രൂപ കൂടുതൽ കൊടുത്തു, അതിൻ്റെ കാര്യം എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അത് ബോണസായിട്ട് കൊടുത്തതാണെന്ന്. അന്നേരം 3 മാസം ജോലി ചെയ്ത് അവൾക്ക് ബോണസോ, ഇതിനു മുമ്പ് ഇവിടെ നിന്ന് ഒരു ജോലിക്കാരിക്കും നിങ്ങൾ അങ്ങനെ കൊടുത്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇതിനു മുമ്പുള്ള ജോലിക്കാരിക്കൊക്കെ നീയല്ല പൈസ കൊടുത്തത്, ഇവൾക്ക് ഞാനാണ് കൊടുത്തത്, അതുകൊണ്ടാണ് കൊടുത്തത്, പിന്നെ അവൾ ഇവിടെ ചെയ്ത സേവനത്തിന് ഇത്രയും കൊടുത്താൽ പോരാ, നിന്നെ സഹിച്ചില്ലേ 3 മാസം, അതിന് 30 ലക്ഷം രൂപയാണ് ഞാൻ വിലയിട്ടത്, 1.25 ലക്ഷം രൂപയെ കൊടുക്കാൻ പറ്റുള്ളൂ, ബാക്കി എപ്പോഴെങ്കിലും കൊടുക്കണം എന്നിങ്ങനെ പറയുവാണ്. നേരം വൈജയന്തിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. വൈജയന്തി പറയുവാണ്, അവൾ ഇവിടെ ജോലി ചെയ്തത് ഏകദേശം 3-4 മാസമാണ്, അതിന് അവൾക്ക് കൊടുത്തത് 20 ലക്ഷം രൂപയുടെ
അമ്മയുടെ പണവും ബാക്കി സഹായങ്ങളൊക്കെയാണ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, അതെന്തിന് അവൾക്ക് കൊടുത്തു എന്ന് എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വളരെ മാന്യമായ രീതിയിൽ ഞാൻ മറുപടി പറയുവാണ്, അതങ്ങ് കേട്ടോണം. അവൾ ഈ വീട്ടിൽ ചെയ്ത സേവനങ്ങൾക്ക് അത്രയും പൈസ കൊടുക്കണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് കൊടുത്തു. അതിനപ്പുറം എനിക്ക് നിന്നോട് ഒന്നും പറയാനില്ല. ഇനിയും കൊടുക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. അത് സാധിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റ് അല്ലേ, അതുകൊണ്ട് ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ബാക്കി നീ അങ്ങ് കൊടുത്താൽ മതി എന്ന് പറയും. അന്നേരം വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ പട്ടി കൊടുക്കുമെന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയും, നിൻ്റെ പട്ടിയുടെ തലയിലേക്ക് ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തു വെക്കില്ലേ, അതൊരു ചാവാലിപ്പട്ടിയായി ചാകാറായി, അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി അതിൻ്റെ തലയിലെടുത്ത് വെക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങിപ്പോകും. അവിടെയും ജയിക്കാൻ പറ്റാത്തതിൻ്റെ ദേഷ്യത്തിൽ വൈജയന്തി നിൽക്കുമ്പോൾ കൃഷ്ണമോള് വന്നിട്ട് ചോദിക്കും, എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ ഇതിൻ്റെ, വെറുതെ വായിലിരുന്ന് കേട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇത് ഒരെണ്ണം വെച്ച് തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് പിന്നെയും കൃഷ്ണമോളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ചെല്ലുന്നുണ്ട്. കൃഷ്ണമോള് നേരെ ബബിതയുടെ അടുത്തോട്ട് പോകും. അത് കഴിഞ്ഞ് വൈജയന്തി അവിടെ വിഷമിച്ച് നിൽക്കുവാണ്, ജയിക്കാൻ പറ്റിയില്ലല്ലോ ബാലേന്ദ്രൻ്റെ അടുത്ത്, ആ ഒരു വിഷമത്തിൽ. പിന്നെ കാണിക്കുന്ന അലീനയാണ്. അലീന റൂമിൽ പാട്ടൊക്കെ കേട്ടിരിക്കുമ്പോൾ റൂമിൽ ആരോ തട്ടുന്ന കേൾക്കും. പോയി തുറക്കുമ്പം സ്റ്റാൻലിയാണ്. അന്നേരം സ്റ്റാൻലി, ഇവിടെ ബോറടിച്ചിരിക്കുവാണോ നീ എന്ന് ചോദിക്കുമ്പം പാട്ട് കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് പറയും. അന്നേരം ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടോ, ഉണ്ടെങ്കിൽ വായിച്ചോ എന്ന് പറഞ്ഞ് പേപ്പർ കയ്യിലോട്ട് കൊടുക്കും. അന്നേരം ഇത് ഒരു ഇംഗ്ലീഷ് പത്രമാണ്, ഇതാണോ ഇവിടെ വരുത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്താ ഇംഗ്ലീഷ് വായിക്കാൻ അറിയത്തില്ലേ എന്ന് ചോദിക്കും. അന്നേരം വായിക്കാൻ അറിയാം എന്ന് പറയുമ്പം വായിച്ചാൽ മനസ്സിലാകില്ലേ എന്നാണ് അടുത്ത ചോദ്യം. അന്നേരം ഞാൻ +2 വരെ പഠിച്ചത് മലയാളം മീഡിയത്തിലാണ്, പിന്നെ ഞാൻ അനാഥാലയത്തിൽ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും നിർത്ത് എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, വായിക്കാൻ അറിയാമെങ്കിൽ എന്നും വായിച്ചോ, പയ്യെ പയ്യെ അത് മനസ്സിലായി വന്നോളും എന്ന് പറയുവാണ്. എന്നിട്ട് സ്റ്റാൻലി പറയുക, ആ ബാലേന്ദ്രൻ ഇവിടെ വന്ന സമയത്ത് പലതവണ ബാലേന്ദ്രനെ അച്ഛ എന്ന് നീ വിളിക്കുന്ന ഞാൻ കേട്ടു, പക്ഷെ നീ ഒരിക്കൽ പോലും എന്നെ പപ്പ എന്ന് വിളിച്ചില്ലല്ലോ എന്ന് പറയുമ്പം അലീന പയ്യൊരു ചിരിയോടെ പറയുവാണ്, എന്നെ മോളേന്നും ഇതുവരെ വിളിച്ചില്ല, അച്ഛൻ എന്നെ മോളേന്ന് വിളിക്കുന്നത് കേട്ടിട്ടില്ലേ, എന്ത് സ്നേഹത്തോടെയാണ് വിളിക്കുന്നത്, തേൻ ഊറി വരും അച്ഛൻ്റെ ആ വിളി കേട്ടിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ അച്ഛനെ ആ രീതിയിൽ അച്ഛനോട് പെരുമാറുന്നത് എന്ന് പറയും. അന്നേരം സ്റ്റാൻലിക്ക് അത്യാവശ്യം കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ സ്റ്റാൻലി, അപ്പോൾ നമ്മൾ തമ്മിലുള്ള ഇൻറ്റിമസി ഇനി ഒന്ന് കൂടാനുണ്ടല്ലേ എന്ന് ചോദിക്കും. അന്നേരം അത് പെട്ടെന്നങ്ങ് ഉണ്ടാകുന്ന ഒന്നല്ല, അത് താനെ മനസ്സിൽ നിന്ന് ഉറപ്പൊട്ടി വരുന്നത് പോലെ വരണം എന്ന് പറയുമ്പം എനിക്കാണോ എന്ന് ചോദിക്കും. അന്നേരം ഇല്ല, നമ്മുടെ രണ്ടുപേരുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്ന് അലീന പറയും. അത് കഴിയുമ്പം സ്റ്റാൻലി ചോദിക്കും, ഇവിടുത്തെ ജോലിക്കാരോട് നീ ഒരു അനാഥാലയത്തിലാണ് വളർന്നതെന്നും അതുപോലെ പാലയിലൊരു വീട്ടിൽ വേലക്കാരിയായിട്ട് നിന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞോ എന്ന് ചോദിക്കും. അന്നേരം പറഞ്ഞു, അതല്ലേ സത്യം എന്ന് ചോദിക്കും. അന്നേരം സ്റ്റാൻലി ചോദിക്കും, എന്തിനാണ് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ അവരോട് പറയുന്നത്, ഇനി അവരെല്ലാവരോടും അത് പറഞ്ഞ് നടക്കില്ലേ എന്ന് ചോദിക്കുമ്പം അലീന പറയും, അതാണല്ലോ സത്യം, പിന്നെ എന്താ കുഴപ്പം, പിന്നെ ഞാൻ ഇവിടുത്തെ രാജകുമാരിയാണ് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് വേലക്കാരിയുടെ സ്ഥാനത്തിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പം ഞാൻ വേലക്കാരിയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇവിടുത്തെ രാജാവിൻ്റെ മകളാണ് എന്ന് പറയുമ്പോൾ അതിനൊരു ക്രെഡിറ്റ് ഉണ്ടല്ലോ, അതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നി. ഇനിയിപ്പം പല ചോദ്യങ്ങളുമായിട്ട് പലരും വരും, അന്നേരം ഏതൊക്കെ രീതിയിൽ പ്രതികരിക്കേണ്ടി വരും, എന്തൊക്കെ പറയേണ്ടി വരും എന്ന് നമുക്കറിയില്ലല്ലോ, ഇതൊന്നും ഒളിച്ചു വെക്കാൻ സാധിക്കുന്ന കാര്യങ്ങളുമല്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ സ്റ്റാൻലി പറയും, അതും നേരാണ് എന്ന്. അത് കഴിഞ്ഞ് ചോദിക്കും, നീ എൻ്റെ എസ്റ്റേറ്റ് ഒന്നും കണ്ടിട്ടില്ലല്ലോ, നമുക്ക് നാളെ കാണാൻ പോയാലോ എന്ന്. അന്നേരം പോകാം എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് അലീനയുടെ നേരെ കൈ നീട്ടു കേട്ടോ ഷേക്ക് ഹാൻഡിന് വേണ്ടി. അന്നേരം അലീന ഒരു ചിരിയോടെ കയ്യെ പിടിക്കുന്നു. ഷേക്ക് ഹാൻഡ് കൊടുത്ത് കഴിയുമ്പോൾ സ്റ്റാൻലിക്ക് ഒരു ചെറിയ സന്തോഷം, താങ്ക് യു എന്ന് പറഞ്ഞ ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ടങ്ങ് പോവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അപ്പച്ചനെയാണ്. ഔതക്കുട്ടിച്ചായം വന്നിട്ടുണ്ട്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതേ ബൈജുവും ആൻറ്റപ്പനും ഒക്കെ അങ്ങോട്ട് ചെല്ലും. എന്നിട്ട് ബൈജു ചുമ്മാ ഒരു കാഷ്വൽ ടോക്ക് എന്നുള്ള രീതിയിൽ, വണ്ടിക്ക് ഇങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഔതക്കുട്ടിച്ചായ എന്ന് ചോദിക്കുമ്പോൾ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് ഇടയ്ക്ക്, നീ ഒന്ന് ഓടിച്ച് നോക്കിയേരെ എന്ന് പറഞ്ഞാൽ കയ്യിലോട്ട് താക്കോൽ കൊടുക്കും. എന്നിട്ട് ആൻറ്റപ്പനോട് ചോദിക്കും, ആ കൊണ്ടുവന്ന ഇനം ഇവിടെ ഉണ്ടോടാ, പുതിയ ഇനം വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം പുതിയ ഇനമൊന്നുമില്ല, പുതിയതായിട്ടുള്ളൊരു പെങ്കൊച്ചാണ്, അത് അത്യാവശ്യം കടിക്കുന്ന കൂട്ടത്തിലാണെന്നാണ് തോന്നുന്നത് എന്ന് ബൈജു പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പല്ല് ഇവിടുന്ന് അങ്ങ് പറഞ്ഞു വിട്ടേക്കാം എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് പോകാൻ തുടങ്ങുവാണ്. അന്നേരം ബൈജു ചോദിക്കും, അത് സാധിക്കുമോ, കേണൽ സാഹിബിന് ആ പെൺകുട്ടിയുടെ ഭയങ്കര താല്പര്യമാണ് എന്ന് പറയുമ്പോൾ, ആ താല്പര്യമൊക്കെ ഞാൻ കുറച്ചോളാം എന്ന് പറയും. എന്നിട്ട് അകത്തോട്ട് കയറി പോവാണേ. വാതിക്ക് ചെന്നിട്ട് അകത്തവൾ ഇല്ലേടാ എന്ന് ചോദിക്കുമ്പോൾ, ആ ഉണ്ട് എന്ന് പറയും. എന്നാൽ അവളെ ഇന്ന് തന്നെ പറപ്പിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കയറി പോകുമ്പം ബൈജു ആൻറ്റപ്പനോട് ചോദിക്കുന്നുണ്ട്, വല്ലതും നടക്കുമോ എന്ന്. അന്നേരം ആൻറ്റപ്പൻ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം, ഇനി അവൾ ഈ ഇദ്ദേഹത്തെയും വളച്ചെടുക്കുമോ എന്ന് അറിയത്തില്ല എന്നും പറയുന്നുണ്ട്.
എന്തായാലും അകത്തോട്ട് അപ്പച്ചൻ വരുന്ന സമയത്ത് റൂമിൽ 2 ഗ്ലാസ് വെച്ച് അതിൻ്റെ അകത്ത് മദ്യം ഒഴിച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ടുകൊണ്ടിരിക്കുവാണ് സ്റ്റാൻലി. റൂമിലോട്ട് വന്ന് കയറുന്നത് നീ രാവിലെ തുടങ്ങിയോടാ എന്ന് ചോദിക്കും. അന്നേരം അപ്പച്ചൻ വരുന്ന പ്രമാണിച്ച് ഞാനെല്ലാം ഒരുക്കി വെക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ നിൻ്റെ ഒരു സാധനം എനിക്ക് വേണ്ട എന്ന് പറയും. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട് അപ്പച്ച ഇത് എന്നും കിട്ടുന്ന സാധനമല്ല, സ്പെഷ്യൽ സാധനമാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ സ്പെയിനിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് ഞാൻ ഒറ്റയടിക്ക് ഇന്ന് തന്നെ തീർക്കും, വേണമെങ്കിൽ ഇപ്പോൾ കുടിച്ചോ എന്ന് പറയും. അന്നേരം അത് വേണ്ടെന്ന് പറയാൻ ഒരു വിഷമം കേട്ടോ. പയ്യെ ഇങ്ങനെ നോക്കി നിൽക്കുക. അന്നേരം സ്റ്റാൻലിക്ക് ചിരി വരുന്നുണ്ട്. അപ്പച്ചൻ പയ്യെ അവിടെ വന്നിരുന്നിട്ട് എന്നാൽ അതിൻ്റെ അകത്ത് ഇത്തിരി സോഡ ഒഴിച്ചിങ്ങെടുക്കുക എന്ന് പറയും. ഒഴിച്ച് കൊടുക്കുന്നത് ഒറ്റയടിക്കും കുടിക്കും. എന്നിട്ട് ഇതിന് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലല്ലോടാ എന്ന് പറയുമ്പം അപ്പച്ച അത് പയ്യെ രുചിച്ച് കുടിക്കേണ്ട സാധനമാണ്, ഇങ്ങനെ കള്ള് കുടിക്കുന്ന പോലെ ഒറ്റയടിക്ക് വലിച്ചു കുടിക്കുകയല്ല ചെയ്യേണ്ടത് എന്ന് പറയും. അന്നേരം അങ്ങനെ രുചിച്ച് കുടിക്കാനാണെങ്കിൽ വല്ല തേനും എടുത്ത് കുടിച്ചാൽ പോലെ, ഇത് കുടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് വയ്ക്കും. എന്നിട്ട് കാര്യത്തിലേക്ക് കിടക്കുന്നു. അതേ ഞാൻ വന്നത് എന്തിനാണെന്ന് എനിക്കറിയാലോ, അവൾ ഇങ്ങോട്ട് വിളിക്കുക എന്ന് പറയും. എന്നിട്ട് സ്റ്റാൻലി പറയും അവൾ അങ്ങനെയൊന്നും ഇങ്ങോട്ട് വരത്തില്ല, മദ്യപാനവും പുകവലിയും ഒക്കെ ഉള്ള റൂമിലേക്ക് അവൾ വരില്ല എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് അഹങ്കാരിയാണോ അവൾ എന്ന് വയ്ക്കും. അന്നേരം അഹങ്കാരിയല്ല, അവൾ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു പെൺകുട്ടിയല്ല, അവളുടെ രീതികൾ അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അതൊക്കെ നീ അനുവദിച്ചു കൊടുത്തിട്ടല്ലേ, അതൊന്നും അനുവദിച്ചു കൊടുക്കരുത്, അവളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് നാട് കടത്തണം എന്ന് പറയും. അന്നേരം അപ്പച്ചൻ എന്നതായി ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പം അപ്പച്ചൻ പറയുന്നുണ്ട് അവളെ നീ എൻ്റെ കൂടെ പുനലൂർക്ക് വിട്, അവിടെയാകുമ്പം ഞാൻ അവിടെ ഉള്ളവരോടൊക്കെ പറഞ്ഞോളാം എൻ്റെ ചിന്നമ്മയുടെ അനിയത്തിയുടെ മകളുടെ മകളാണോ അല്ലെങ്കിൽ എൻ്റെ പെങ്ങളുടെ പേരക്കുട്ടിയാണെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളാം, അത് കഴിഞ്ഞ് അവൾക്ക് ഒരു നല്ലൊരു വിവാഹം നടത്തി അങ്ങ് പറഞ്ഞു വിട്ടേക്കണം എന്ന് പറയുമ്പം സ്റ്റാൻലി ചോദിക്കുന്നുണ്ട് അതൊക്കെ നടക്കുന്ന കാര്യമാണോ അപ്പച്ച, അവൾ 23 വർഷം അനാഥാലയത്തിൽ ജീവിച്ചതാണ്, അവൾക്കൊരു വില വേണ്ടേ, അവൾക്ക് ചില ആഗ്രഹങ്ങളില്ലേ, അതൊക്കെ ഒന്ന് സാധിച്ചു കൊടുക്കണ്ടേ, അവൾക്ക് നീതി കിട്ടണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പം ആ നീതി അതൊക്കെ നമുക്ക് കൊടുക്കാം, അതിനാണല്ലോ വിവാഹം കഴിപ്പിച്ച് വിടണമെന്ന് പറഞ്ഞത്, അതുകൊണ്ട് നീ കൂടുതൽ സംസാരിക്കേണ്ട, അവളെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും മാറ്റിയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ നിൽക്കുവാണ് അപ്പച്ചൻ. പക്ഷേ അത് സ്റ്റാൻലി അങ്ങ് അനുവദിച്ചു കൊടുക്കുന്നില്ല കേട്ടോ, അങ്ങനെ പറഞ്ഞു വിടാനല്ല ഞാൻ എൻ്റെ മകളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്നും പറയുന്നുണ്ട് സ്റ്റാൻലി. അങ്ങനെ ഇവർ സംസാരിച്ച് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ കഥ തീരുന്നത്. അത് കഴിഞ്ഞ് കുറേ സംസാരത്തിനൊക്കെ ശേഷം ഏതായാലും അവളെ എനിക്കൊന്ന് കാണണം എന്ന് അപ്പച്ചൻ പറയുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റാൻലി അലീനെ വിളിക്കുന്നുണ്ട്. അന്നേരം അലീന വന്ന് കഴിയുമ്പം സ്റ്റാൻലി പറയും ഇതാണ് അപ്പച്ചൻ്റെ സ്വൈര്യം കെടുത്തിയ ആൾ എന്ന്. കാണുന്നത് ഇങ്ങനെ കണ്ണും വിഴിച്ച് നിൽക്കുക, എന്നിട്ട് ഇങ്ങനെ സ്റ്റാൻലിയുടെ മുഖത്തേക്ക് നോക്കും. അന്നേരം സ്റ്റാൻലിക്ക് ചിരി വരുന്നുണ്ട്. അന്നേരം ചിന്നമ്മ എന്നിങ്ങനെ പറയുക. അത് കഴിഞ്ഞ് അലീനയുടെ അടുത്ത് പോയി അലീനയോട് സംസാരിക്കുകയൊക്കെ ചെയ്യും. അന്നേരം അലീന ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പച്ചനെ എന്നെ ഇവിടുന്ന് നാട് കടത്താൻ വേണ്ടിയല്ലേ വന്നത് എന്ന്. അന്നേരം അങ്ങനെയൊന്നുമില്ല, ആരാ നിന്നോട് അതൊക്കെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയുമ്പോൾ ഇല്ല അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ചിന്നമ്മയെ പോലെ തന്നെയാണ് നീ ഇരിക്കുന്നത്, എൻ്റെ ചിന്നമ്മ എവിടെ പോയെന്ന് ആരോടും ചോദിക്കണ്ട, അതുപോലെയാണ് എന്നൊക്കെ പറയും. എന്നിട്ട് ഭയങ്കര കൂട്ടുകൂടുവേ. അത് കഴിഞ്ഞ് എനിക്കൊരു ചായ ഇട്ട് തരാൻ പറയും. അന്നേരം അലീന ചായ ഇട്ട് കൊടുക്കുന്നുണ്ട് അടുക്കളയിൽ പോയി. അത് കുടിച്ച് കഴിയുമ്പോൾ ഭയങ്കര ഇഷ്ടമായി അപ്പച്ചന്. എന്നിട്ട് അവിടെ നിൽക്കുന്ന പൗലോസിനോട് പറയും ഇതെങ്ങനെ ഇടുന്നേ, എത്രയെ കടുപ്പം എന്നൊക്കെ മുകളോട് ചോദിച്ച് പഠിച്ചോളാൻ. അത് പൗലോസിന് ഒരു ക്ഷീണമാകുന്നുണ്ട്. ഏതായാലും നാളെയാണ് ഇതൊക്കെ വരാൻ പോകുന്നത്. നല്ലൊരു എപ്പിസോഡായിരിക്കും.